എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവരല്ല, ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് മാവ് പൊങ്ങാത്തവരും അതേപോലെ സോഫ്റ്റായിട്ട് വരാത്തവരും ഒത്തിരി പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇഡ്ഡലി ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പൂ പോലുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു ഇഡ്ഡലിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലുള്ള ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കപ്പിൽ 2 കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചരിക്ക് പകരമായിട്ടുള്ള ഇഡ്ഡലി ചൂടുന്ന സമയത്ത് നമ്മുടെ ഇഡ്ഡലി റൈസ് ഉപയോഗിക്കുന്നവരുണ്ട്, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് 2 കപ്പ് അളവിൽ ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിലല്ല ഉഴുന്ന് കുതിർത്തെടുക്കുന്നത്, മറ്റൊരു പാത്രത്തിൽ 3/4 കപ്പ് അളവിൽ, അതായത് സെയിം നമ്മൾ പച്ചരി അളന്നെടുത്തിട്ടുള്ള അതേ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് അളവ് പച്ചരി ആണെന്നുണ്ടെങ്കിൽ അതിന് 3/4 കപ്പ് അളവിൽ ഉഴുന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം മറ്റൊരു പാത്രത്തിൽ ഒരു 3/4 കപ്പ് അളവിൽ ഉഴുന്ന് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പച്ചരിയും ഉഴുന്നും നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചരി ഉഴുന്നും ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടിലും നമുക്ക് നന്നായിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു വയ്ക്കാം. ഇത് മിനിമം 4 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിരണം കേട്ടോ. എങ്കിലും നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും, അതുപോലെ മാവൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് നമുക്ക് ഒരു 5 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരു 4-5 മണിക്കൂർ ഞാൻ നന്നായിട്ട് കുതിർത്ത് അതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതൊരു മിക്സിയുടെ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ഉഴുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേവിച്ചെടുത്തിട്ടുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരി അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം കപ്പിൽ തന്നെ 3/4 കപ്പ് അളവിൽ വേവിച്ചെടുത്തിട്ടുള്ള ചോറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മാത്രം, അതായത് ഉഴുന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതാദ്യം നമുക്കൊന്ന് രണ്ടും കൂടിയിട്ട് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഒരു സെയിം മിക്സിയുടെ ജാറിൽ തന്നെ പച്ചരിയാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. പച്ചരി ഇപ്പോൾ മുഴുവനായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിൽ പറ്റാത്തത് കാരണം 2 ട്രിപ്പായിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം. അപ്പോൾ പച്ചരി പകുതി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഉഴുന്ന് അരച്ചെടുത്ത പോലെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്കങ്ങ് അരച്ചിട്ടെടുക്കാം. അപ്പോൾ പച്ചരിയും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മുടെ ആ ഒരു പച്ചരിയും ഉഴുന്നിൻ്റെ ആ ഒരു പേസ്റ്റൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലർക്ക് കൈ വെച്ചിട്ട് ചെയ്യുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിൽ ആ ഒരു ബാക്ടീരിയ നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള കൈയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം മാവ് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് പുളിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും 8 മണിക്കൂർ വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് എന്ന് പറയുന്നത് നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വരും. അപ്പോൾ ഓരോ സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു മാവ് അങ്ങോട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് അടുത്ത ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഈ മാവിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാവിന് നമുക്ക് ആവശ്യത്തിന് ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ. ദോശയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഇത്രയും കൂടി ഹാർഡായിട്ട് ഇളക്കിയെടുക്കാം. ഈ ഒരു ഇഡ്ഡലിക്ക് എന്നൊക്കെ എന്ന് പറയുമ്പോൾ നല്ല പതഞ്ഞിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പതുക്കെയാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത്. വീഡിയോയിലേക്ക് കാണിക്കുന്ന സമയത്ത് ഇച്ചിരി സ്പീഡ് കൂട്ടി ഇട്ടുന്നതല്ലോ കേട്ടോ. അപ്പോൾ നല്ല പതഞ്ഞിട്ടുള്ള ഇതുപോലെ മാവാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉപ്പിട്ടിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഞാൻ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം കേട്ടോ. ഇഡ്ഡലി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വെട്ടിയിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മാവ് ഇതുപോലെ ഓരോ തട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എല്ലാ തട്ടിലും മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 12 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഇഡ്ഡലി അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇഡ്ഡലി ചുട്ടുമ്പോഴേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും തീ എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇടരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇഡ്ഡലി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് പൊങ്ങി വരുള്ളൂ. പിന്നെ ഇഡ്ഡലി ചുടുന്ന സമയത്ത് നിങ്ങൾ അവസാനം നിങ്ങൾ വിചാരിക്കും ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാമെന്ന് വിചാരിക്കും. അതും ചെയ്യരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-12 മിനിറ്റ് വേവിച്ചതിന് ശേഷം നേരെ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുന്ന സമയത്ത് പൊങ്ങി വന്ന ഇഡ്ഡലി അങ്ങോട്ട് താണു പോകും. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകം ഒന്ന് എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഇഡ്ഡലി 10-12 മിനിറ്റ്
10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ചൂട് തണിയാൻ വേണ്ടിയിട്ട് കാത്തുക. ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇഡ്ഡലി എന്നുള്ളത് അങ്ങോട്ട് അമർന്നു പോവും. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു ഇഡ്ഡലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ചൂടാത്തവർ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ഒന്ന് ഇഡ്ഡലി ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്ങി വന്നിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ അരിയുടെയും ഉഴുന്നിൻ്റെയും അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക, കൈ വെച്ചിട്ട് നന്നായിട്ട് പതിപ്പിച്ചെടുക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കമൻറ്റുകൾ മറക്കാതെ വന്ന് കമൻസ് ആയിക്കിട്ട് അറിയിക്കുക കേട്ടോ. ഇനി ഒരു ഇഡ്ഡലിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. കാരണം കാണുന്ന എല്ലാവരും തന്നെ പ്രസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അത് വീണ്ടും ഒന്ന് എടുത്തു വരുന്നത് കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.